കേരള പോലീസിനെ വലച്ച് വ്യാജ ബോംബ് ഭീഷണികൾ. പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വരാനിരിക്കെ അടിക്കടി ഉയരുന്ന വ്യാജ ഭീഷണി ഗൗരവത്തിലെടുത്ത പോലീസ് വ്യാജ ബോംബ് സന്ദേശത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സന്ദേശങ്ങൾ വരുന്ന ഇമെയിൽ ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിൽ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസിന് അതൃപ്തിയുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. അനന്തൻ, ഈ ഡാർക്ക് വെബുകൾ വഴി വരുന്ന ഇത്തരം ചില സന്ദേശങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് കണ്ടെത്താനുള്ള സംവിധാനമില്ലേ? ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ മറ്റോ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് മാത്രം സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് അനന്തൻ? ഗുഡ് മോർണിംഗ് മോത്തി. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ടാണ് തിരുവനന്തപുരത്തും സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിലും ഈ വ്യാജ ഇമെയിൽ ബോംബ് ഭീഷണി ലഭിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഇതൊരു തമാശയായിട്ടാണ് എടുത്തതെങ്കിലും ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറ്റവും ഒടുവിൽ ബോംബ് ഭീഷണി ഉണ്ടായതോടുകൂടി പോലീസ് വളരെ ഗൗരവത്തിലാണ് ഈ സംഭവത്തെ എടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി തലസ്ഥാനം സന്ദർശിക്കാൻ ഈ വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വളരെ വലിയൊരു VIP മൂവ്മെന്റ് തിരുവനന്തപുരത്ത് നടത്താനിരിക്കെ അടിക്കടി ഈ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തിലാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകം തന്നെ 2 ആഴ്ചയ്ക്കകം തലസ്ഥാന നഗരത്തിൽ മാത്രം 12-15 തവണ ഇമെയിൽ സന്ദേശം വ്യാജ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു. വഞ്ചിയൂർ കോടതിയിൽ തന്നെ 2 തവണ ബോംബ് ഭീഷണി ഉണ്ടായി. അപ്പോൾ ഇതിൽ പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യം, ഇതുവരെയും ഈ ഇമെയിൽ സന്ദേശം വരുന്നതിൻ്റെ കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരാണ് ഈ ഇമെയിൽ അയക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഈ ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടാകുന്നത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. അതൊരു പക്ഷേ 1-2 തവണ വരാറുമുണ്ട്, മാസത്തിലോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുമ്പോഴൊക്കെ. പക്ഷേ ഇത് കൃത്യമായി എല്ലാ ദിവസവും അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ, ഒന്നിൽ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ KSRTC ടെർമിനലിൽ, കോടതികളിൽ അങ്ങനെ ലഭിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു പ്രത്യേക ഒരു ആലോചനയുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അത് എന്താണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു സ്ഫോടനം നടത്താനുള്ള ടെസ്റ്റ് ഡോസിൻ്റെ ഭാഗമായിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളാണോ ലഭിക്കുന്നത് എന്ന് പോലീസിന് ഒരു ആശങ്കയുണ്ട്. അതല്ലെങ്കിൽ പോലീസിനെ മനഃപൂർവ്വം ഒരു പോലീസിന് ആശങ്ക ഉണ്ടാക്കുക അല്ലെങ്കിൽ പോലീസിനെ ബുദ്ധിമുട്ടിക്കുക എന്ന നിലയിൽ അയക്കുന്ന ഇമെയിൽ സന്ദേശങ്ങളാണ് എന്നുള്ള അനുമാനവുമുണ്ട്. അപ്പോൾ 2 തരത്തിലും സംസ്ഥാനത്തിന് അല്ലെങ്കിൽ സംവിധാനത്തിന് എതിരെയുള്ളൊരു നീക്കമായിട്ടാണ്. സാഹചര്യം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിലുള്ള ചില സൂചനകൾ കൂടി നൽകിയാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഇമെയിലുകളിൽ ഭീഷണി സന്ദേശമുള്ളത്. അതൊക്കെ കണക്കിലെടുത്ത സുരക്ഷ എത്രത്തോളം ശക്തമാക്കിയിട്ടുണ്ട്? കാരണം നമുക്ക് ഒന്നും വെറുതെ തമാശയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ചെയ്യുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല, ഈ പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര ഇന്റലിജൻസുകൾ വ്യാപകമായി നിരീക്ഷണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നിരന്തരം വ്യാജ ബോംബ് ഭീഷണി വരുന്നത്. അപ്പോൾ അതിൽ ഇതുവരെയും അതിൻ്റെ ആ ഇമെയിൽ സോഴ്സ് കണ്ടുപിടിക്കാൻ കഴിയാത്തതിൽ 2 ഇന്റലിജൻസ് വിഭാഗങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗങ്ങൾക്കും വലിയ അതൃപ്തിയുണ്ട്. അവർ പറയുന്നത് ഇത് സൈബർ പോലീസിൻ്റെ വീഴ്ചയായിട്ട് തന്നെയാണ്. കാരണം ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെയൊരു ഇമെയിൽ സന്ദേശം, ഒരേ സ്വഭാവത്തിലുള്ള ഇമെയിൽ സന്ദേശം വന്നിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഒരു വീഴ്ച തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. കേരള പോലീസിൻ്റെ ടെക്നിക്കൽ സൈബർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ തീരുമാനമായിരിക്കുന്നത്. പക്ഷേ ഈ ഇമെയിൽ സന്ദേശം വരുന്നതിൻ്റെ മറ്റൊരു പ്രശ്നം, ഏത് തരത്തിൽ അത് വ്യാജമായ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ബോംബ് ഭീഷണിയുമായ മെസ്സേജ് ഒരു സ്ഥലത്ത് ലഭിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെയും ഒപ്പം തന്നെ കേന്ദ്രസേനകളുടെയും പ്രോട്ടോകോൾ അനുസരിച്ച് വലിയ തോതിലുള്ള സെർച്ച് നടത്തണം. അപ്പോൾ ഇന്നലെ വിമാനത്താവളത്തിലായാലും കോടതിയിലായാലും ബസ് സ്റ്റാൻഡിലായാലും ഒക്കെ ഫുൾ ഫ്ലെഡ്ജായിട്ടുള്ള സെർച്ച് നടക്കുമ്പോൾ അത് അവിടുത്തെ പ്രവർത്തനത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്. ബോധപൂർവം സംവിധാനത്തെ തകർക്കാനുള്ള ഒരു അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്കെതിരെയുള്ളൊരു നീക്കമായിട്ട് ആരെങ്കിലും അയക്കുന്നതാണോ, അതല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്താനുള്ള ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണോ എന്നുള്ള ഗൗരവമായ ചിന്തയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഏതായാലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വരുന്നൊരു സാഹചര്യത്തിൽ അടിക്കടി ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് അത്ര സുഖകരമായിട്ടല്ല പോലീസിന് തോന്നുന്നത്. മോദി.